വി ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, പത്തനംതിട്ടയെ സംബന്ധിച്ച്, കോന്നിയെ സംബന്ധിച്ച് സങ്കടകരമായ രാത്രിയാണ് ഇന്ന്. കാരണം ഒരു വാഹനാപകടം ഉണ്ടാകുന്നു. ആ അപകടത്തിൽ 2 മരണങ്ങൾ സംഭവിക്കുന്നു. അതും 8 വയസ്സും 4 വയസ്സും ഒക്കെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ അപകടത്തിൽ മരിക്കുന്നത്. ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഘട്ടത്തിലാണൊരു അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലാണ്. ഇതുവിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് മോർച്ചറിയിലേക്ക് മാറ്റുന്ന മൃതദേഹം നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തുക എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് പോലീസ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ അശ്രദ്ധമായി വാഹനം ഉൾപ്പെടെ ഓടിച്ചതിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ FIRന്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസ് ഈ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അശ്രദ്ധമായി ഡ്രൈവർ വണ്ടി ഓടിച്ചു, മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്ന തരത്തിലാണ് ഈ വാഹനം ഓടിച്ചുൾപ്പെടെ FIRൽ പറയുന്നു. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പാമ്പിനെ കണ്ട് വണ്ടി വെട്ടിച്ചപ്പോൾ അത് അപകടത്തിലേക്ക് കലാശിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ നാട്ടുകാരുൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷേ FIRൽ അത്തരം പരാമർശങ്ങളൊന്നും തന്നെയില്ല. ഡ്രൈവറുടെ പേര് പരാമർശിക്കാതെ വണ്ടിയുടെ നമ്പർ പരാമർശിച്ചുകൊണ്ടാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ അപകടത്തിൽ മാടപ്പള്ളി വീട്ടിൽ ജുവനൈൽ സാറ തോമസ്, ഒപ്പം ശബരിനാഥ്, കൊല്ലംപറമ്പിൽ അൽഫോൺസ, ഒപ്പം തന്നെ ഈ ഓട്ടോ ഡ്രൈവർ രാജേഷ്, ഒപ്പം തന്നെ രോഹിത്, അങ്ങനെ അത്രയും ആളുകളാണ് നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത്. ശബരിനാഥ് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഈ കുട്ടിയുടെ നാഡിയിലുൾപ്പെടെ തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ തുടരുന്നത്. പോലീസ് FIR അനുസരിച്ച് വാഹനത്തിൽ ഈ അപകട സമയത്ത് 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 7 പേർ വാഹനത്തിലുണ്ടായിരുന്നു. ഈ നാട്ടുകാരുൾപ്പെടെ ഈ വാഹനത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ അമ്മ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെങ്കിലും പോലീസിൻ്റെ FIRല വിവരങ്ങളില്ല. എന്തായാലും നാളെ ആയിരിക്കും ഈ 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യം നടക്കുക. പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങ് ഉൾപ്പെടെ. എന്തായാലും അപകടത്തിൽ മറ്റ് അസ്വാഭാവികത ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായ 2 കുട്ടികളാണ് മരിച്ചത്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.